കഴിഞ്ഞ ആഴ്ച ഇവിടെ ധ്യാനിക്കാൻ വന്ന ഒരു അപ്പൻ, അമ്മ, ആ അപ്പന്റെയും അമ്മയുടെയും മകൻ, മകന്റെ ഭാര്യ, 4 പേരും കൂടെ ഇവിടെ ധ്യാനിക്കാൻ വന്നു. ഈ ആഴ്ച നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ്. പറഞ്ഞയക്കാൻ കാരണമുണ്ട്. 6 മാസം മുമ്പ് മരുമകള് 75 വയസ്സ് പ്രായമുണ്ട്, എങ്കിലും നല്ല ആരോഗ്യമുണ്ട്. 11 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മകന്റെ ഭാര്യ വീട്ടിൽ വന്നപ്പോൾ മുതൽ ഈ മകന്റെ ഭാര്യയും അമ്മയും തമ്മിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. 6 മാസം മുമ്പുണ്ടായ വഴക്ക് കൂടുതൽ മൂത്തു. ആരോഗ്യത്തിൽ മരുമകളാണ് കൂടുതൽ ശക്തിയുള്ളത്. സംസാരത്തിലും കുറെ കഴിവ് കൂടുതലുള്ളത് മരുമകൾക്കാണ്. സംസാരം കൂടുതൽ മൂത്തു കഴിഞ്ഞപ്പോഴേക്കും വാക്കുകൊണ്ട് നിന്നില്ല, അത് കൈപ്രയോഗമായി മാറി. വിറകുള്ളി എടുത്ത് ഈ മരുമകള് അമ്മായിയമ്മയുടെ ഒരു കാല് തല്ലി പിടിച്ചു. വളരെയധികം വേദനിച്ച് പരിക്ക് പറ്റി കിടക്കുന്നു. ആ മരുമകള് സ്ഥലം വിട്ടു, അവളുടെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് അവര് സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ, ചാലക്കുടിയുള്ള സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. 2 മാസം കാലിന്റെ മുട്ടിന്റെ അവിടെ നിന്ന് ഒടിഞ്ഞു പോയതാണ്. 2 മാസം ആശുപത്രി കിടന്നു. കുറെയൊക്കെ ശരിയായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് 6 മാസമായി. മരുമകള് വീട്ടിൽ തന്നെയാണ്. ഈ ആഴ്ച പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് അപ്പനെയും അമ്മയെയും മകനെയും അവരുടെ വീട്ടിൽ നിന്നും മരുമകളെ അവളുടെ വീട്ടിൽ നിന്നും ഇവിടെ ധ്യാനത്തിനായിട്ട് പറഞ്ഞു വെച്ചു. കഴിഞ്ഞ ആഴ്ചയിലെ ധ്യാനത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദാമ്പത്യ ജീവിതത്തിലെ തെറ്റായ അറിവുകൊണ്ട് ദൈവം ഒരുക്കിയതായ ചില സാഹചര്യങ്ങളിൽ പരസ്പരം മനസ്സിലാക്കാത്തതുകൊണ്ട്, പരസ്പരം മനസ്സിലാക്കാത്തത് മൂലം വന്നതായ അപാകത കൊണ്ട്, വീഴ്ച കൊണ്ട് ദൈവം നിക്ഷേപിച്ച ദൈവത്തിന്റെ കൃപ ചോർന്നുപോയപ്പോൾ ആ ചോർന്നുപോയത് കൃപ വൈരാഗ്യമായി, വെറുപ്പായി, അത് മർദ്ദനമായി ഒക്കെ മാറി. എല്ലാവരുടെ ഉള്ളിൽ കടുത്ത വെറുപ്പുണ്ട്. ഈ വെറുപ്പിന്റെ അവസ്ഥയുമായിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ ധ്യാന ഹാളിൽ നിന്ന് അവർ വചനം കേട്ടത്. അപ്പോൾ ധ്യാനത്തിന്റെ ഫലമായിട്ട് നല്ല കുമ്പസാരം നടത്തി, ഇവിടെയുള്ള ഒരു കൗൺസിലിംഗ് നടത്തി. വ്യാഴാഴ്ച ദിവസം ഞാൻ ദമ്പതികളുടെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഈ 4 പേരെയും കണ്ടു. പ്രിയപ്പെട്ടവരെ, എനിക്കതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് 75 വയസ്സുള്ള അമ്മച്ചി മരുമകളുടെ അടി കൊണ്ടിട്ട് കാലുമുട്ട് ഒടിയുകയും ഇപ്പോൾ ചികിത്സിച്ച് വലിയ കുഴപ്പമില്ലാതെ മുട്ടുകുത്താൻ സാധിക്കുന്നില്ല, ടോയ്ലറ്റ് ഇരിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ അമ്മച്ചി എന്നെ കാണിച്ചിട്ട് പറഞ്ഞു. ആ കാലിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഇത്തിരി വിഷമുണ്ടെങ്കിലും അച്ഛാ, എനിക്ക് ധ്യാനത്തിലൂടെ വലിയൊരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ നാളുകളിൽ ദൈവം ഞങ്ങൾക്ക് തന്നതായ ദൈവകൃപ സ്വാർത്ഥത കൊണ്ട്, ഞാനാണ് ശരി എന്ന മനോഭാവം കൊണ്ട് അത് ചോർന്നു പോയപ്പോൾ അത് വെറുപ്പായി, വൈരാഗ്യമായി, പരസ്പരമുള്ള മർദ്ദനമായ, ആരോപണമായി എല്ലാം മാറി. അത് മുഴുവൻ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തു. എന്നിട്ട് പറയുകയാണ് സഹോദരി, ആ അമ്മച്ചി, എന്റെ മരുമകളെ ഞാൻ മനസ്സിലാക്കിയായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ പെരുമാറിയില്ലായിരുന്നു. മരുമകള് എന്നെ മനസ്സിലാക്കിയായിരുന്നുവെങ്കിൽ എങ്ങനെ ഞാൻ അവളുടെ അമ്മയാണെന്നും അമ്മയോട് ഇങ്ങനെ പെരുമാറാനും പ്രവർത്തിക്കാനും പാടില്ല എന്ന കാര്യം അവൾ മനസ്സിലാക്കിയായിരുന്നെങ്കിൽ എന്നോട് അങ്ങനെ പെരുമാറിയായിരുന്നു. മനസ്സിലാക്കാത്തോണ്ടാണ് ചെയ്തത്. അതുകൊണ്ട് അച്ഛാ, ധ്യാനത്തിൽ കേട്ടു, ഈശോ നിരപരാധിയായിരുന്നിട്ടും മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഏറ്റെടുത്ത് കുരിശിൽ സഹിച്ചപ്പോൾ, പരാതി പറയാതെ സഹിച്ചപ്പോൾ അതല്ലേ രക്ഷ നൽകിയത്. ധ്യാനത്തിൽ കേട്ടതായ കാര്യം, നിരപരാധിയായ യേശു ലോകത്തിന് വേണ്ടി രക്ഷ നൽകാനായിട്ട് കാരണമായി തീർന്നത് ഈശോ ലോകത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാ. അതുകൊണ്ട് എന്റെ മരുമോട് പൂർണ്ണമായിട്ട് ഞാൻ ക്ഷമിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ധ്യാനം കഴിഞ്ഞ് എങ്ങോട്ട് പോണം? അച്ഛാ,
എങ്ങനെയായിട്ടും മരുമകള് എന്റെ കൂടെ തന്നെ വേണം. കാരണം ഞാൻ ധ്യാനം കൂടി പൂർണ്ണമായും ക്ഷമിച്ചല്ലോ. എനിക്ക് യാതൊരു വിധത്തിലുള്ള വെറുപ്പും വൈരാഗ്യം ഇഷ്ടക്കുറവും എന്റെ മരുമകളോടില്ല. ഈ അമ്മച്ചി ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാന് മരുമകളുടെ മുഖത്തേക്ക് നോക്കി. പ്രിയപ്പെട്ടവരെ, അവളുടെ കണ്ണ് നിറഞ്ഞ് കണ്ണീരൊഴുകിയ. അപ്പം ധ്യാനത്തിന്റെ കൗൺസിലിംഗ് ദിവസമൊക്കെ മാപ്പ് പറഞ്ഞ് ക്ഷമ ചോദിച്ച് അങ്ങനെ നല്ലൊരു ഇതിലൊക്കെ ആയിരുന്നു. പക്ഷെ എന്റെ അടുത്ത് വന്ന അമ്മച്ചി എന്നോട് ഇങ്ങനെയും കൂടി പറയുന്നത് കേട്ടപ്പം ആ മരുമകളുടെ കണ്ണു നിറഞ്ഞു. എന്നിട്ട് അവൾ പറയാണ്, ഈ നല്ല അമ്മച്ചിനെ ഞാൻ കഴിഞ്ഞ നാൾ വിഷമിച്ചതിനടുത്ത് എനിക്ക് തെറ്റിപ്പോയതിനടുത്ത് അച്ഛന്റെ മുമ്പ് വെച്ച് ഞാൻ ഒന്നുകൂടെ ഈ അമ്മച്ചിയോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്, ക്ഷമ ചോദിച്ച് മാപ്പ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവളെ, വളരെ സന്തോഷത്തോടെ ആ കുടുംബം കഴിഞ്ഞ ആഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചുപോയി. നല്ലൊരു കൈയ്യടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒന്ന് കൈയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഏത് ഭാഷകളുടെ ധ്യാനത്തിലും ഓരോ ആഴ്ചയിലും ഇതുപോലെ അനേക സംഭവങ്ങൾ. എന്താ അതെല്ലാം കർത്താവ് നടത്താൻ കാരണം ഇന്നലകളിലെ ജീവിതത്തിൽ ലോകസുഖത്തിന്റെ, പാപസുഖത്തിന്റെ, ജഡികസുഖത്തിന്റെ, സ്വാർത്ഥതയുടെ, ദുശീലത്തിന്റെ, തിന്മയുടെ എല്ലാം പിന്നാലെ ആ സുഖം അനുഭവിക്കാമെന്ന് കരുതി അതിന്റെ പിന്നാലെ പോയപ്പോൾ ദൈവം നിക്ഷേപിച്ച ദൈവത്തിന്റെ കൃപ ചോർന്നു പോകാൻ കാരണമായി തീർന്നു. അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ എവിടെയെല്ലാമാണ്, ഏതെല്ലാം കാരണങ്ങളാലാണോ എന്നിലെ ദൈവത്തിന്റെ കൃപ ചോർന്നു പോകാൻ കാരണമായി തീർന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ചോർന്നു പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ ഇത് മുഴുവൻ നിറച്ചു തരുന്ന കർത്താവാണ് എന്റെ ദൈവം എന്ന് ഈ ധ്യാന ദിവസങ്ങളിൽ നീ മനസ്സിലാക്കുമ്പോൾ, സഹോദര സഹോദരി, ഒരു വ്യക്തി ദൈവത്തെ മനസ്സിലാക്കും തോറും ദൈവത്തോട് കൂടുതൽ അടുക്കും. ആ വ്യക്തി ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും ദൈവം അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കും തോറും ആനന്ദം നിറയും തോറും അവന്റെ ജീവിതം ഒരു സാക്ഷ്യമായി മാറും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവകൃപ നഷ്ടമായി പോയിട്ടില്ലെന്ന്, ചോർന്നു പോയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പൗലോസ് പറയുന്ന വാക്കാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 10-ാം വചനത്തിൽ വീണ്ടും പൗലോസ് പറയും, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിന്റെ കൃപയാലാണ്. ഞാൻ വചനം പ്രസംഗിക്കുന്നു, ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ എവിടെയെല്ലാം പോയി കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്ന എല്ലാ കാരണം എന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കൃപയിൽ നിറഞ്ഞ് ജീവിച്ചുകൊണ്ടിരുന്ന പൗലോസിക 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 9-ാം തിരുവചനം, പൗലോസ്ലീഗയുടെ ശരീരത്തിലൊരു മുള്ള്. എന്താണ് ആ മുള്ള് എന്ന് പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില മുള്ളുകൾ ദൈവം അനുവദിക്കും. ഞാൻ ധ്യാനം കൂടി പ്രാർത്ഥിച്ചു, ജപമാല, എന്നിട്ടും ഈ രോഗം മാറുന്നില്ല, ഈ വേദന മാറുന്നില്ല, ഈ കഷ്ടത മാറുന്നില്ല, ഈ സഹനം മാറുന്നില്ല, ഈ കടബാധ്യത മാറുന്നില്ല, കുടുംബത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാകുന്നില്ല. ശ്രദ്ധിക്കണം, ഇത്തരത്തിലുള്ള ഏതെങ്കിലും പരാതിയും വിഷവുമായിട്ട് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഇതാ. ഇത് മാറാത്തതിന്റെ കാരണം, ഇത് സുഖപ്പെടാത്തതിന്റെ കാരണം നിനക്ക് കൂടുതൽ ദൈവത്തിന്റെ കൃപ തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്ത രോഗം ആരിലുണ്ടോ ആ രോഗം ഉള്ളിടത്തോളം കാലം തിരിച്ചറിയണം, ഈ രോഗം കർത്താവ് അനുവദിച്ചിരിക്കുന്നത് എനിക്ക് കൂടുതൽ കൃപ, ആ കൃപയുടെ സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും സഹനം മാറുന്നില്ലെങ്കിൽ ആ മാറാത്ത സഹനത്തിലേക്ക് നോക്കി മനസ്സ് വിഷമിക്കുക, ദുഃഖിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ മാറാത്ത സഹനം എന്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് ദൈവം കൂടുതൽ കൃപയുടെ സമൃദ്ധി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് എന്റെ കൃപ മതി. ഈ കൃപ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റി തരാത്തത്. കൃപയുടെ സമൃദ്ധി നിന്നിലേക്ക് കൂടുതൽ ഒഴുകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ രോഗത്തെ പൂർണ്ണമായി സുഖപ്പെടുത്താത്തത്, ഞാൻ നിന്റെ സഹനത്തെ പൂർണ്ണമായിട്ട് മാറ്റാത്തത്. ഈശോയെ, എന്റെ ഭാര്യയുടെ ആ ഒരു സ്വഭാവം, ആ ശൈലി, അത് മാത്രം കുറവുള്ളൂ.
അതും കൂടെ ഒന്ന് മാറിക്കിട്ടിയായിരുന്നെങ്കിൽ എന്റെ കുടുംബം കൂടുതൽ സന്തോഷപ്രദമായിരുന്നു, എനിക്ക് അവൾ കൂടുതൽ സഹിക്കാൻ പറ്റുമായിരുന്നു. എന്റെ ഭർത്താവിൽ ഒരു ചെറിയ കുഴപ്പമുണ്ട്, ആ ഒരു ചെറിയ കുഴപ്പം കൂടെ ഒന്ന് മാറിക്കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഈ ഭർത്താവിനെ ഓർത്ത് കൂടുതൽ ആനന്ദിക്കാമായിരുന്നു. സഹോദര സഹോദരി, നീ അങ്ങനെ അതും കൂടെ ഒന്ന് മാറിക്കിട്ടണമായിരുന്നു എന്ന് കരുതിയിട്ട് മാറിക്കിട്ടാത്തതിന് കാരണം അതാണ് നിനക്ക് കൂടുതൽ കൃപ തരാൻ വേണ്ടി കർത്താവ് കണ്ടിരിക്കുന്ന അടയാളം. 2 കരങ്ങൾ ഉയർത്തി 3 ഹല്ലേലൂയ പറയൂ. നല്ലൊരു കൈയടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുസഭ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഭാര്യനെയും ഭർത്താവിനെ ഒന്നിച്ച് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത് ലൂയി മാർട്ടിൻ സെലിഗറിൻ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം കൃപയിൽ നിറഞ്ഞതായി മാറുവാൻ കാരണം എല്ലാ കാര്യത്തിലും എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കി. രണ്ടാമത് പറയുന്നു, എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കിയപ്പോൾ എല്ലാ കാര്യത്തിലും ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയപ്പോൾ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് പരസ്പരം ആശ്വസിപ്പിക്കാൻ സാധിച്ചു. മനസ്സിലാക്കുമ്പോഴാണ് എനിക്കൊരു വ്യക്തി ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നത്. മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് ആ വ്യക്തിയോട് കൂടുതൽ ഉപകാരം ചെയ്യാൻ സാധിക്കുന്നത്. മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് ആ വ്യക്തിയോട് കൂടുതൽ അടുപ്പം തോന്നുന്നത്. ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ആശ്വസിപ്പിക്കാൻ സാധിച്ചു. മൂന്നാമത്തെ കാര്യം, അങ്ങനെ ഞങ്ങൾ ആശ്വസിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ സ്നേഹം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ വർദ്ധിച്ചു. അങ്ങനെ ആശ്വസിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ സ്നേഹം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ വർദ്ധിച്ചു. ദാമ്പത്യ ജീവിതത്തിലെ ഭാര്യയുടെയും ഭർത്താവിന്റെ സ്നേഹം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ വർദ്ധിക്കാൻ കാരണം പരസ്പരം എല്ലാ കാര്യത്തിലും മനസ്സിലാക്കിയപ്പോൾ ആശ്വസിപ്പിക്കാൻ സാധിച്ചു. ആശ്വസിപ്പിക്കാൻ സാധിച്ചപ്പോൾ സ്നേഹം വർദ്ധിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ട്, കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ എന്നിൽ അങ്ങ് നിക്ഷേപിച്ചതായ കൃപ ചോർന്നു പോകാൻ ഞാനുമായി ബന്ധപ്പെട്ട വ്യക്തികളെ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് എനിക്ക് ആ വ്യക്തിയോട് ദേഷ്യം തോന്നിയെങ്കിൽ, ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചെങ്കിൽ, അതിന്റെ ഫലമായിട്ട് ആ വ്യക്തിയോട് എന്റെ ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിൽ, എന്റെ ഉള്ളിൽ വൈരാഗ്യമുണ്ടെങ്കിൽ, എന്റെ ഉണ്ടെങ്കിൽ ഇഷ്ടക്കുറവുണ്ടെങ്കിൽ, എന്റെ ഉള്ളിൽ പരാതി ഉണ്ടെങ്കിൽ, കർത്താവേ, അത് മുഴുവൻ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവാകുവാൻ തെരഞ്ഞെടുപ്പിന് വിളി ലഭിക്കുവാൻ അമ്മയിൽ നിക്ഷേപിച്ച കൃപയുടെ സമൃദ്ധിയാണ് കാണുമെങ്കിൽ, ആ കൃപ കൂടുതൽ വർദ്ധിപ്പിച്ചപ്പോൾ ആ കൃപയുടെ വർധന ലോകത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ട് രക്ഷകനായി തീർന്ന യേശുവിനോട് ചേർന്ന് സഹരക്ഷകയായി മാറിയെങ്കിൽ, എനിക്കും എന്നിലൂടെ എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ, എന്നിലൂടെ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ, എന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകാൻ, അതിന് കർത്താവേ എന്നെ ഉപയോഗിക്കണമേ എന്നുള്ളിൽ ആഗ്രഹിച്ച് അധരം തുറന്നു കർത്താവിനെ സ്തുതിച്ചോ. ഹല്ലേലൂയ. ഒന്നും കൂടെ ദാഹിച്ച് സ്തുതിക്ക്, ആഗ്രഹിച്ച് സ്തുതിക്ക്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ കൃപ ചോർന്നു പോകാൻ ഏതെങ്കിലും വിധത്തിലുള്ള പാപത്തിന്റെ, ദുശീലത്തിന്റെ, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിൽ വന്നതായ അപാകതയുടെ കാരണമുണ്ടെങ്കിൽ ആ കാരണങ്ങൾ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ ഇപ്പോൾ നിന്റെ ഉള്ളിൽ നടത്തു മാറ്റി നിന്നെ സ്വതന്ത്രയാക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. കൈ ഉയർത്തി കൈയടിച്ചെന്ന് കർത്താവിന് നന്ദി പറയൂ. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റിനെ കുറിച്ച് ചിന്തിക്കുന്നു. മറിയത്തെ ദൈവത്തിന്റെ മാതാവാകാൻ തെരഞ്ഞെടുക്കാൻ എന്താ കാരണം? അത് കണ്ടു. രണ്ടാമത്തത്, ദൈവപുത്രന്റെ മാതാവാകാനുള്ള വിളി സ്വീകരിച്ച മറിയം യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട്, നമുക്കൊക്കെ അറിയാം, സാധാരണഗതിയിൽ വൈദ്യശാസ്ത്രം അല്പം പോലും പ്രോത്സാഹിപ്പിക്കാത്തൊരു സമയമാണ് ഒരു സ്ത്രീ ഗർഭം ധരിച്ച ഉടനെ യാത്ര ചെയ്യരുത് എന്നുള്ളത്.
യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ചിട്ട് മറിയം ഉടനെ തന്നെ എലിസബത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അത് നീണ്ട വഴികൾ പിന്നിട്ടിട്ട് നീണ്ട ദിവസത്തെ യാത്രയുടെ ഫലമായിട്ട് വേണം അവിടെ എത്താൻ. അത്രയും ദൂരമുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് മറിയം ഉദരത്തിൽ യേശുവിനെയും വഹിച്ചുകൊണ്ട് എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പോയത്? ആ പോക്കിന്റെ പിന്നിൽ രണ്ട് ചിന്തയുണ്ട്. ഒന്ന് മറിയത്തിലെ മാനുഷിക ചിന്ത, രണ്ട് മറിയത്തിലെ ദൈവിക ചിന്ത. എന്താണ് മാനുഷിക ചിന്ത? മാനുഷിക ചിന്ത ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 36-ാമത്തെ വചനം. നമ്മൾ 34 മുതലുള്ള വചനം കൊണ്ട് വായിക്കുമ്പോൾ ദൂതന്റെ വാക്കുകൾ കേട്ടതിന് ശേഷം മറിയം ഇങ്ങനൊരു സംശയം ചോദിച്ചു. ഇതെങ്ങനെ സംഭവിക്കും? ഇന്ന് വരെ ലോകം പഠിപ്പിച്ചു തന്നതായ കാര്യമനുസരിച്ച് അത്തരത്തിലുള്ളൊരു കാര്യം നടന്നിട്ടില്ലല്ലോ. ഞാൻ പുരുഷൻ അറിയില്ലല്ലോ. ഇന്ന് വരെ ലോകം പഠിപ്പിച്ചതനുസരിച്ച് ഈ പറഞ്ഞതായ കാര്യം അംഗീകരിക്കാൻ അസാധ്യമാണ്. അപ്പം മറിയത്തോട് പറഞ്ഞു, 35-ാമത്തെ വചനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവത്തിൽ നിന്ന് വിളിക്കപ്പെടും. ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം 36-ാമത്തെ വചനത്തിൽ ഇത്രയും പറഞ്ഞിട്ട് മറിയത്തോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന്റെ ദൂതൻ മറിയത്തിനൊരു ക്ലൂ കൊടുത്തു. എന്താണെന്നറിയോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും എന്ന് നിനക്കൊരു അടയാളം വേണമെങ്കിൽ നിന്റെ ചാർച്ചക്കാരിയായ വൃദ്ധയായ എലിസബത്ത് വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ലല്ലോ. അപ്പോൾ വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന എലിസബത്തിന് 6-ാം മാസം. അത് ശരിയാണെങ്കിൽ, അത് ശരിയാണ് എന്നൊന്ന് കണ്ടാൽ ഉറപ്പിച്ചാൽ ഇതും ശരിയാകാൻ എളുപ്പമുണ്ട്. അപ്പം മാനുഷിക ചിന്ത എന്താണെന്നറിയാമോ? അത് ശരിയാണോ എന്നൊന്ന് അറിയണം. അത് ശരിയാണോ എന്നറിഞ്ഞാൽ ഇത് സ്വീകരിക്കാൻ എളുപ്പമുണ്ട്. അതാ മാനുഷിക ചിന്ത. ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയിട്ട് അത്ഭുതം നടന്നു. അയൽവക്കത്തുള്ള വ്യക്തിയുടെ ആ തലവാദം മാറി, ക്യാൻസർ മാറി. അപ്പോൾ അത് കണ്ടു, ശ്രദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനും പോയാൽ ശരിയാവോ? ആ അയൽവക്കത്തെ രോഗിയുടെ സൗഖ്യം, അയൽവക്കത്തെ രോഗിയുടെ മാനസാന്തരം, അത് ശരിയാണോ എന്നൊന്ന് അറിയാൻ വേണ്ടി എന്നെ വരാൻ പ്രേരിപ്പിക്കുന്ന പ്രേരണം. ഇനി മറിയത്തിന് ദൈവിക ചിന്ത എന്താ? മറിയത്തിന് ദൈവിക ചിന്ത എലിസബത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞ 6 മാസമായിട്ട് 5 മുറിവുമായിട്ട് സ്നാപയോഹന്നാൻ കിടക്കുക. ആന്തരിക മുറിവ്. ഞാൻ എന്തെങ്കിലും അറിയണം. ഒരു മനുഷ്യ വ്യക്തിയിൽ 4 കാലഘട്ടമുണ്ട്. 1 രൂപപ്പെടുന്ന കാലഘട്ടം, 2 അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കാലഘട്ടം, 3 ഓർമ്മിക്കാൻ സാധിക്കാത്ത കാലഘട്ടം, 4 ഓർമ്മിക്കാൻ സാധിക്കുന്ന കാലഘട്ടം. ഇത് നമുക്കെല്ലാവർക്കും ഉണ്ട്. ഒന്നാമത്തത് രൂപപ്പെടുന്ന കാലഘട്ടം. എന്താ രൂപപ്പെടുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ? രൂപപ്പെടുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിവാഹം എന്ന കൂതാശയുടെ കർത്താവ് കൂട്ടിയോജിപ്പിച്ച ഒരു ഭാര്യയും ഭർത്താവും. ഈ ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞിനെ ലഭിക്കണം എന്നാഗ്രഹിക്കണം. ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചാൽ മാത്രം കിട്ടിയല്ല. നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു ഭാര്യയും ഭർത്താവും എന്തോരം ആഗ്രഹിച്ചാലും ഈ ആഗ്രഹത്തിന്റെ നിറവിൽ ശാരീരികമായ സത്വച്ച കുഞ്ഞ് എനിക്കുണ്ട. മക്കളില്ലാത്ത ദമ്പതികളെ കാണുമ്പോഴേ മക്കളുള്ള അമ്മമാർക്കും അപ്പന്മാർക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മക്കളുടെ വില അറിയാവുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞിനെ ലഭിക്കണം എന്നാഗ്രഹിച്ച് ഈ ആഗ്രഹത്തോടെയുള്ള പ്രാർത്ഥനയിൽ
അടുത്ത് ശ്രദ്ധിച്ചു, ഈ ആഗ്രഹത്തോടുള്ള പ്രാർത്ഥനയിൽ കർത്താവ് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും നൽകിയിരിക്കുന്ന ഏറ്റവും പരിശുദ്ധമായ ലൈംഗികത എന്ന കഴിവിനെ പരസ്പരമുള്ള സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, മാനസികമായ അടുപ്പത്തിന്റെ പൂർണ്ണതയിൽ ശാരീരികമായി സമർപ്പിക്കും. ഇത്ര വരെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും സാധിക്കുള്ളൂ. അപ്പോ ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ, ഈ ആഗ്രഹത്തോടെയുള്ള പ്രാർത്ഥനയിൽ ദൈവം നൽകിയിരിക്കുന്ന ലൈംഗികത എന്ന പരിശുദ്ധമായ കഴിവിനെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ സമർപ്പിക്കുമ്പോൾ, ഈ പൂർണ്ണതയിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ, ഈ സമർപ്പണത്തിലേക്ക് ദൈവം ഒരു കുഞ്ഞിനെ വെച്ചു കൊടുക്കുന്നു. ഇത്രയും വരെയുള്ള ഈ വെച്ചു കൊടുക്കുന്നതോടെ വരെയുള്ള സമയം, ഇതിനെയാണ് രൂപപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാലഘട്ടമാണ് ഈ രൂപപ്പെട്ടിരിക്കുന്ന നിമിഷം മുതൽ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്നതായ 9 മാസം 9 ദിവസം അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന കാലഘട്ടം. ഈ 2 കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, സ്നാപയോഹന്നാന്റെ അപ്പന്റെ പേര് സക്കറിയ, അമ്മയുടെ പേര് എലിസബത്ത്. ഈ സക്കറിയ എലിസബത്ത് ദമ്പതികൾ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതിരുന്ന എലിസബത്ത് സക്കറിയ ദമ്പതികളിൽ സക്കറിയയ്ക്ക് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ സക്കറിയയ്ക്ക് 3 അപാകത വന്നു. ഏതൊക്കെയാണ് 3 അപാകത? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം തിരുവചനം. ദൈവം പറഞ്ഞ വാക്കിനെ വിശ്വസിച്ചില്ല. യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനത്തെ അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. യഥാകാലം പൂർത്തിയാകേണ്ട ദൈവത്തിന്റെ വചനത്തെ സക്കറിയ അവിശ്വസിച്ചപ്പോൾ ഈ അവിശ്വാസം അവനിൽ ഒരു വേദനയായി. ഈ വേദന അവനിലൂടെ അവന്റെ ഭാര്യയിലൂടെ ഉദരത്തിൽ രൂപപ്പെട്ട കുഞ്ഞിൽ 1-ാമത്തെ മുറിവ്. രണ്ടാമത്തത്, ഇതുമൂലം സക്കറിയ മൂകനായി തീർന്നു. മൂകനായി തീർന്നതിന്റെ വേദന ഇതാണ്. രൂപപ്പെട്ട നാളിൽ സ്നാപയോഹന്നാന്റെ എലിസബത്തിന്റെ ഉദരത്തിലായിരുന്ന സ്നാപയോഹന്നാൻ മനസ്സിലാറ്റ 2-ാമത്തെ മുറിവ്. 3-ാമത്തത്, ഇനി എന്ത് സംഭവിക്കും എന്നറിയാത്തതിനാലുള്ള ഭയം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പനിലൂടെ 3. 1, യഥാകാലം പൂർത്തിയാകേണ്ട ദൈവത്തിന്റെ വചനം അവിശ്വസിച്ചതിന്റെ വേദന, മൂകനായി തീർന്നതിന്റെ ദുഃഖം, ഇനി എന്ത് സംഭവിക്കും എന്നറിയാത്തതിനുള്ള ഭയം. ദുഃഖം, വേദന, ഭയം. 3 അപ്പനിലൂടെ ഈ കുഞ്ഞിന്റെ രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ മുറിവായി തീർന്നു. 2 അമ്മയിലൂടെ എലിസബത്ത്. അതായത് ഭർത്താവ് മൂകനായി തീർന്നപ്പോൾ അതിനെ ഓർത്തുള്ള ഭാര്യയുടെ വേദന, എലിസബത്തിന്റെ വേദന. 2-ാമത്തത്, ചരിത്രം പറയുന്നത് സ്നാപയോഹന്നാനെ എലിസബത്ത് ഗർഭം ധരിക്കുമ്പോൾ എലിസബത്തിന് 60 വയസ്സും സക്കറിയായ്ക്ക് 80 വയസ്സും. അപ്പോൾ 60 വയസ്സുള്ള ഒരു സ്ത്രീ ഗർഭിണിയാണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് പറയും എന്ന് കരുതി ഈ എലിസബത്തിന്റെ ഉള്ളിൽ അമിതമായ ലജ്ജ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം തിരുവചനം, എലിസബത്ത് 5 മാസത്തേക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. ഹല്ലേലൂയ. അപ്പനിൽ നിന്ന് 3, അമ്മയിൽ നിന്ന് 2. കഴിഞ്ഞ 6 മാസമായിട്ട് എലിസബത്തിന്റെ ഉള്ളിൽ രൂപപ്പെട്ട് വളർന്നുകൊണ്ടിരുന്ന സ്നാപയോഹന്നാന്റെ മനസ്സിൽ 5 മുറിവുകൾ. ഇതാ ശ്രദ്ധിക്കൂ.
ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിന്റെ മുറിവിനെ സുഖപ്പെടുത്താൻ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കുള്ളൂ. ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിന്റെ മുറിവിനെ സുഖപ്പെടുത്താൻ യേശുക്രിസ്തുവിനെ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തു ഒരു മനുഷ്യ വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ മുറിവുകളെ പരിപൂർണമായിട്ടും സുഖപ്പെടുത്താൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിന്റെ മുറിവിനെ സുഖപ്പെടുത്താൻ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിനാണ്, പരിശുദ്ധ അമ്മയ്ക്കാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും കാര്യത്തിൽ പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ മുറിവിനെ സുഖപ്പെടുത്താൻ വേണ്ടി യേശുക്രിസ്തുവിനെയും കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കലേക്ക് വരികയാണ്, വരാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി രണ്ട് ഹല്ലേലൂയ പറയ്. നല്ലൊരു കയ്യടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ മരിയൻ ധ്യാനത്തിൽ, ഈ ആഴ്ചയിലെ ധ്യാനത്തിൽ നീ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ജപമാല ചൊല്ലുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ആരാധന നടത്തുമ്പോൾ പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. കഴിഞ്ഞ നാളുകളിൽ, നീ രൂപപ്പെട്ട നാളുകളിൽ, അമ്മയുടെ ഉദരത്തിലായിരുന്ന നാളുകളിൽ, ഓർമ്മയില്ലാത്ത നാളുകളിൽ, നിന്റെ ഇന്നത്തെ ഓർമ്മയുള്ള നാളുകളിൽ എവിടെയെല്ലാം ഏതെല്ലാം വ്യക്തികളിലൂടെ, വാക്കുകളിലൂടെ, സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ ഇന്നലകളിൽ നിന്റെ മനസ്സ് മുറിവേറ്റോ, മനസ്സിന്റെ സകല മുറിവുകൾക്കും പരിപൂർണമായും യേശുക്രിസ്തുവിൽ നിന്ന് സൗഖ്യം നേടിത്തരാൻ നിനക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയ്. സ്വരമുയർത്തി പറയ്. മനസ്സ് തുറന്നു പറയ്. നല്ലൊരു കൈയടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തു. ഒന്ന് കൈയുയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിച്ച്, യേശുവിനെയും കൊണ്ട് മറിയം എലിസബത്തിന്റെ അടുക്കിലേക്ക് പോകാൻ കാരണം, അത് ദൈവം നയിച്ചത് ഈ യേശുവിലൂടെ. എലിസബത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞ 6 മാസമായി 5 മുറിവുമായിട്ടിരിക്കുന്ന സ്നാപയോഹന്നാന് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടണം. ഈ സംഭവത്തിലൂടെ എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു തരുന്ന എന്താ? ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 28-ാം തിരുവചനം. ഈശോ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ജനത്തിന് മുമ്പിൽ ഇങ്ങനെ ഈശോ സാക്ഷ്യം പറഞ്ഞു: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ സ്നാപയോഹന്നാന് രൂപപ്പെട്ട കാലഘട്ടത്തിലും അമ്മയുടെ ഉദരത്തിലായിരുന്ന കാലഘട്ടത്തിലും മാതാപിതാക്കന്മാരിലൂടെ 5 മുറിവ് മനസ്സിലാറ്റെങ്കിൽ ആ സ്നാപയോഹന്നാന് സൗഖ്യം നൽകുന്നതിന് വേണ്ടി യേശുവിനെ ഉദരത്തിൽ വഹിച്ച് പരിശുദ്ധ കന്യകാമറിയം പോയെങ്കിൽ, യേശുക്രിസ്തു പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ നമ്മളെ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ മുറിവുകൾക്ക് പൂർണ്ണമായ സൗഖ്യം നൽകാനാണ്. ആന്തരിക സൗഖ്യം നിനക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഈ ആഴ്ചയിൽ പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ സ്നാപയോഹന്നാന്റെ പോലും മനസ്സിന് മുറിവേറ്റെങ്കിൽ, സഹോദര സഹോദരി, നിന്റെ ഇന്നലകളിലെ ഏതെങ്കിലും സംഭവമോ സാഹചര്യമോ വാക്കോ വ്യക്തിയോ നിന്റെ മനസ്സിൽ മുറിവേറ്റിരുവെങ്കിൽ, മനസ്സിന്റെ മുറിവുമായിട്ടാണ് നിൽക്കുന്നെങ്കിൽ, നീ അതിലേക്ക് നോക്കി അസ്വസ്ഥപ്പെടേണ്ട, നീ അതിലേക്ക് നോക്കി പരാതി പറയേണ്ട. ഇതാ ഈ ധ്യാനത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിനക്ക് പൂർണ്ണമായ ആന്തരിക സൗഖ്യം നിന്റെ കർത്താവ് നൽകി നിന്നെ അനുഗ്രഹിക്കും. പറയൊരു ഹല്ലേലൂയ. സ്വരമുയർത്തി